യേശുമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയാം യോസേഫുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുമ്പോൾ അവർ ഒരുമിക്കും മുമ്പ് പരിശുദ്ധാത്മാവ് മൂലം ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകിയാൽ അവളെ പരിഹാസപാത്രമാക്കുവാൻ അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് അവൻ വിചാരിച്ചു. ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ മാലാഖ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായി പ്രകാരം പറഞ്ഞു: ദാവീദിന്റെ പുത്രനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. എന്തെന്നാൽ അവളിൽ ഉരുവായിരിക്കുന്ന പ്രജ പരിശുദ്ധാത്മാവിനാൽ ഉള്ളതാവുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൻ തന്റെ ജനങ്ങളെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഇതാ, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്നും പ്രവാചകൻ വാതിരം കർത്താവ് അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇവയെല്ലാം സംഭവിച്ചു. യോസേഫ് ഉറക്കത്തിൽ നിന്നുണർന്നു കർത്താവിന്റെ മാലാഖ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. അവൾ ആദിജാതനെ പ്രസവിച്ചതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. ബാറക് മോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.